ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി വ്ളോഗ് ഒഫീഷ്യൽ. അപ്പം ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റേഷനറി കളക്ഷൻ്റെ സ്കൂൾ സ്റ്റേഷനറി കളക്ഷൻ്റെ ഒരു ഹോൾ വീഡിയോൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുൾ വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫുൾ വീഡിയോ. ഇതിൻ്റെ അകത്ത് എൻ്റെ അടുത്തുള്ള കുറച്ച് സ്റ്റേഷനറി കളക്ഷൻസ് ആണ് കേട്ടോ. സ്കൂൾ സ്റ്റേഷനറി ആണ്. മാർക്കേഴ്സ്, പെൻസിൽസ് അങ്ങനത്തെ ഒരുപാടെന്നൊന്നും പറയാനില്ല, കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് സ്കട്ടേഴ്സാണ്. സ്കട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷാർപ്നർ, നമ്മുടെ നാടൻ ഭാഷയിൽ സ്കട്ടർ. അപ്പോൾ ഷാർപ്നറിൽ വരികയാണെങ്കിൽ ഒരുപാട് ക്യാമലിൻ്റെയും ഒക്കെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു മോഡലായിട്ടുള്ളൊരു ഷാർപ്നറാണ് കേട്ടോ. ഇത് ഇവിടുന്ന് ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ അതിൻ്റെ വേസ്റ്റ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അത് അതിൻ്റെ ഉള്ളിൽ കിടക്കും. നമുക്ക് വീട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ വേസ്റ്റ് കളയാം. സ്കൂളിലൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ട് ഇതൊരു നോർമലായിട്ടുള്ള അപ്സരേൻ്റെ ഒരു ഷാർപ്നറാണ്. എനിക്കിത് കളർ പെൻസിലിൻ്റെ പരം കിട്ടിയ ഷാർപ്നറാണ്. ഇതും അപ്സരേൻ്റെ ആണ്. ഇതും നട്രാജിൻ്റെ ആട്ടോ. അപ്സരേൻ്റെ ആണ്, നട്രാജിൻ്റെ ആണ് നേരത്തെ കാണിച്ചത്. ഇതും ഒരു ബ്ലൂ കളറാണ് കേട്ടോ. അപ്സരേൻ്റെ ഒരു ക്യൂട്ട് ബ്ലൂ കളർ ഷാർപ്നറാണ്. ഇതും ക്യാമലിൻ്റെ ഒരു ഗ്രീൻ കളർ. പിന്നെ ഇത് വന്നിട്ട് ഒരു പിങ്ക് ക്യൂട്ട് അലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഷാർപ്നറാണ്. ഇതും ഒരു ക്യൂട്ട് ഗ്രീൻ കളർ. ആൻഡ് ഇത് നോർമലി ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഷാർപ്നറാണ് കേട്ടോ. ഇതുപോലത്തെ 2 സെറ്റാണ് കേട്ടോ ഷാർപ്നറിൻ്റെ. ഇതൊക്കെ പിന്നെ അറിയാലോ, എറേസേഴ്സ് ആണ്. ഇത് നട്രാജിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ എറേസറാണ്. പിന്നെ ഇത് നമ്മൾ കളർ റബ്ബേഴ്സ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു 2 കൂടി ഉണ്ട് കേട്ടോ. റെഡ്, യെല്ലോ, ബ്ലൂ ആണെന്തോ, ബ്ലൂ. അപ്പോൾ റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ കളേഴ്സിലുള്ളതാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ ഗ്രീൻ ട്രയാങ്കിൾ മറ്റേ നട്രാജിൻ്റെ റബ്ബർ റെഡും ഉണ്ട്. അതുപോലെ ഇതാണ് കേട്ടോ നമ്മുടെ സ്ട്രോബെറി റബ്ബർ. നല്ല സ്മെല്ലാണ്. ഇത് ഒരു എമോജി റബ്ബറാണ് കേട്ടോ. ചിരിക്കുന്നു ഇല്ല എന്നറിയില്ല, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ. പിന്നെ വന്നത് നമ്മൾ പണ്ടത്തെ റബ്ബറാണ് കേട്ടോ. ഇത് ഒരുപാട് റബ്ബറെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കാരണം ഇത് പണ്ട് എൻ്റെ അടുത്തുണ്ടായ റബ്ബറാണ് കേട്ടോ. ഇപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റിയ റബ്ബറാണ്. ഓരോന്നും പുറത്ത് ചാടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. വളരെ കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെയുള്ളത് അത് മൂടാനൊക്കെ പറ്റുന്ന, കളറൊക്കെ മാറ്റാൻ പറ്റുന്ന റബ്ബറാണ്. പിന്നെയുള്ളത് ലിപ്സ്റ്റിക് റബ്ബറാണ്. ഞാൻ അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ഉത്സവം നടക്കില്ല, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഒരു ഹലോ കിറ്റിൻ്റെ ലിപ്സ്റ്റിക് റബ്ബറാണ്. നമ്മൾ സാധാരണ ഫ്രോണ്ടിയറിൻ്റെ ഒരു ബിഗ് റബ്ബറാണ് കേട്ടോ. ഇത് നമ്മൾ എക്സാമിനെല്ലാം പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റബ്ബറാണ്. പിന്നെ ഇതെല്ലാം ഞാൻ റീയൂസ് ചെയ്ത റബ്ബറാണ്. ഇത് 3 ഞാൻ റീയൂസ് ചെയ്ത റബ്ബറാണ്. അതാണ് കുത്തും കോമയിലുള്ളത്. ഇതാണ് കേട്ടോ റബ്ബേഴ്സ്. ഇതെല്ലാം ഞാൻ റീയൂസ് ചെയ്ത കളർ പെൻസിൽസ് ആണ് കേട്ടോ. അതായത് ആദ്യമേ യൂസ് ചെയ്ത കളർ പെൻസിൽസ്. പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ വൈറ്റൊക്കെ ഞാൻ റീയൂസ് ചെയ്തതാണ്. പിന്നെ ഇത് 2 സൈഡിലും കളറുള്ളത്, ബ്ലൂ, സ്കിൻ കളർ, അങ്ങനെ 2 സൈഡിൽ കളറുള്ളത്. കണ്ടാൽ മനസ്സിലാവും, കുഞ്ഞ് കളേഴ്സ് എല്ലാം കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് റീയൂസ് ചെയ്ത കളേഴ്സാണ്. പഴയതൊന്നും പറയാൻ പറ്റില്ല, റീയൂസ് ചെയ്ത കളേഴ്സ്. പിന്നെ ഇതാണ് കേട്ടോ പുതിയ കളേഴ്സ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇത് പുതിയ കളേഴ്സാണ് കേട്ടോ, നല്ല കളേഴ്സാണ്. ഇതിൻ്റെ അകത്ത് ഒരു ബന്ധപ്പെട്ട ഒരു കളറാണ് നേരത്തെ കാണിച്ച വൈറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അത് റീയൂസ് ചെയ്ത കളറാണ്. ഒരുപാട് കളറുണ്ട്. ഇത് 24 ഷെയ്ഡുള്ള കളറാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് കളർ. ഇത് സംഭവം ഇതിൻ്റെ അകത്തുള്ള കളറാണ്, പക്ഷെ ഞാൻ വിചാരിച്ചു അത് റീയൂസ് ചെയ്ത കളറാണ്. വൈറ്റ് നമ്മൾ തൊടൂല, ബിക്കോസ് വൈറ്റ് അത്ര ഇതില്ലല്ലോ. ഇതാണ് CD മാർക്കേഴ്സ്. ഇത് ഒരുപാട് കൂടുതലും ബ്ലൂ CD മാർക്കേഴ്സാണ്. പിന്നെ ഒരു ബ്ലാക്ക് CD മാർക്കറാണ് കേട്ടോ ഉള്ളത്. 6 ബ്ലൂ CD മാർക്കറാണ് കേട്ടോ ഉള്ളത്. ഒരു ബ്ലാക്കും ആണ് ഉള്ളത്. അപ്പോൾ ഇതാ നമുക്ക് പല കാര്യത്തിനും ചാർട്ടിൽ നിന്നല്ല വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ എഴുതാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ മഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മഷിയൊക്കെ നോക്കിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് വെച്ചാണ്. പിന്നെ ഇതാണ് അതേ കളേഴ്സ് തന്നെയുള്ള 3 ബ്ലൂ പെർമനൻറ്റ് മാർക്കേഴ്സും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള പെർമനൻറ്റ് മാർക്കറുമാണ്. ഇത് നല്ല പെർമനൻറ്റ് മാർക്കറാണ് കേട്ടോ. മറ്റേത് CD മാർക്കറായിരുന്നു ഞാൻ കാണിച്ചത്. ഇതാ ക്യാമലിൻ്റെ ആണ്. ആ CD മാർക്കറും ക്യാമലിൻ്റെ ആണ്. പിന്നെ ഈ ഒരു പെർമനൻറ്റ് മാർക്കറും ക്യാമലിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി കളർ മാർക്കേഴ്സ് പരിചയപ്പെടാം. കളർ മാർക്കേഴ്സ് ഒരുപാടൊന്നുമില്ല, 4 കളേഴ്സേ ഉള്ളൂ. ഗ്രീൻ, പേർപ്പിൾ, റെഡ്,
ആൻഡ് അറ്റ്ലാസ് പിങ്ക്. 4 കളേഴ്സേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വെറും കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം നല്ല പ്രൊഡക്റ്റാണ്. അതെന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാനത് കാണിക്കാൻ വിട്ട്. സൂപ്പർ ചിസലിൻ്റെ ആണ് കേട്ടോ. പിന്നെയുള്ളത് കുറച്ച് സ്കെച്ചേഴ്സാണ്, കളർ സ്കെച്ചേഴ്സാണ്. ഇത് ഒരുപാട് മഷി തീർന്നൊക്കെ ഞാൻ നോക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മഷിയുള്ളതാണ്. ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ള സ്കെച്ചേഴ്സാണ്. ഇത് നമ്മൾ പഴയ സ്കെച്ചേഴ്സും പുതിയ സ്കെച്ചേഴ്സും മിക്സ് ആയിട്ടുള്ള ഒരു കളർ സ്കെച്ചേഴ്സാണ്. കുറേ കളേഴ്സ് മിക്സിങ് ആണ്. പിന്നെ ഇതാണ് ഗ്ലിറ്റർ പെൻസിൽ. ഇത് റെഡ് കളറാണ്. പിന്നെ നിങ്ങൾ ഇതെന്താ ഇതിൻ്റെ മൂടി ലിഡ് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. നമ്മൾ നേരത്തെ കണ്ട സ്കെച്ചിൻ്റെ അതേ ലിഡ് എന്ന് ചോദിക്കും. ബിക്കോസ് അതിൻ്റെ ആ 2 ഗ്ലിറ്ററിൻ്റെയും ആ ടോപ്പ് ആ ഒരു ലിഡ് എവിടെയാണെന്നറിയില്ല, കളഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയല്ലോ കിട്ടിയ സ്കെച്ചിൻ്റെ മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇത് റെഡും പിന്നെ റെഡ് ഗ്ലിറ്റർ, ഗ്രീന്, സിൽവർ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള പെൻസാണ്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പെൻസ് UP ലെവൽ ക്ലാസ്സിലും ഹൈസ്കൂളിലും ഒക്കെ ആവശ്യമായിട്ടുള്ള പെൻസാണ് കേട്ടോ. ഇത് അത്യാവശ്യം ബ്ലാക്കും ബ്ലൂ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ജെൽ പെന്നാണ് കേട്ടോ. അതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ്, ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നതാണ് ആ ഒരു പെന്ന്. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന പെന്നുമാണ് കേട്ടോ ഞാൻ ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ബാക്കി ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ്. പിന്നെ ഇതൊരു ഹൈലൈറ്റർ ആണ്. എൻ്റെ അടുത്ത് ഒരു ഹൈലൈറ്റർ ഉള്ളൂ, അതിന് തീരാനായിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്കൂൾ ഷോപ്പിങ്ങിൽ വാങ്ങണം. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ പെൻസിൽസ്. ഒരുപാട് ബ്ലൂ പെൻസിൽസ് ആണ് കൂടുതലും ഉള്ളത്. പിന്നെയുള്ളത് ക്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ 2 അപ്സരയുണ്ട്. അപ്സരയോ നട്രാജ് ഏതാണെന്നറിയില്ല, ഓർമ്മയില്ല. അതിൻ്റെ ഒരു പെൻസിലുണ്ട് കേട്ടോ. കൂടുതലും ബ്ലൂ ആയിട്ടുള്ള പെൻസിൽസാണ് ഉള്ളത്. പിന്നെയുള്ളത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനുള്ള ഒരു പെൻസിലാണ്. പിന്നെയുള്ളത് ഹെലോ കിറ്റീൻ്റെ പെൻസിലാണ്. ഞാൻ ഇത് വാങ്ങിയതെന്ന് വെച്ചാൽ നല്ല ക്യൂട്ട് കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അധികം യൂസ് ഒന്നുമില്ല. നമ്മൾ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ യൂസിന് അപ്പം പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ മുന പൊട്ടിപ്പോകുന്നുണ്ട്. അതധികം വാങ്ങണ്ടേക്ക, ക്യൂട്ട് കണ്ടിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതാണ് സ്റ്റാപ്ലറും. പിന്നെ നേരത്തെ കാണിച്ചതാണ് പിന്ന്, അറിയാലോ സ്റ്റാപ്ലർ. പിന്നെ നമുക്ക് എല്ലാ ആവശ്യത്തിനും വേണ്ടതാണ്. പിന്നെ ഇതെല്ലാം റീയൂസ് ചെയ്ത പെൻസിലാണ്. നമ്മൾ നേരത്തെ റീയൂസ് ചെയ്തെന്തോ കാണിച്ചിട്ടില്ലായിരുന്നു, റീയൂസ് ചെയ്ത കളർ പെൻസിൽസ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ റീയൂസ് ചെയ്ത പെൻസിൽസാണ് ഇതൊക്കെ. നമ്മൾ പെൻസിൽസാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിൽസാണ്. പിങ്ക്, ബ്ലൂ, പിന്നെ ഒരു ഗ്രീൻ കളറാണ്. ആ പിങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഗെയിംസുള്ള പെൻസിൽസ് ഉണ്ട് കേട്ടോ. ബ്ലൂ ആണ് കേട്ടോ. ഇത് ഞാനിതുവരെയായിട്ട് ഇതിനെ കൊണ്ട് എഴുതിയിട്ടൊന്നുമില്ല, വെറുതെ കളിക്കാനൊക്കെ എടുക്കും. പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് അധികം ക്യൂട്ടായിട്ടൊന്നും വരുന്നില്ല. ഗ്രീന് കുഴപ്പമില്ലാണ്ട് ഒരു സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് പെൻസിൽസ് ആണ്. ഇതൊക്കെ റീയൂസ് ചെയ്തതാണ്. ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന പെൻസിലാണ്. എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു കളർ പെൻസിലാണ്. നമ്മൾ സാധാരണ പെൻസിലല്ല, കളർ പെൻസിലാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ റീയൂസ് ചെയ്ത പെൻസിൽസാണ്. അപ്പം ഒരുപാട് ഞാൻ കളയൊന്നുമില്ല. ഇത് 6ാം ക്ലാസ്സിലൊക്കെ എടുത്തതാണ്. ഞാൻ 7ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് 6ാം ക്ലാസ്സിൽ എടുത്ത പെൻസിൽസാണ്. 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ എടുത്തതാണ് ഞാൻ. അപ്പോൾ അത് കളയൊന്നുമില്ല. അതേപോലെ ഹെലോ കിറ്റിനെ പോലത്തെ ഒരു ബാർബി പെൻസിലാണ്. ക്യൂട്ട് നോക്കി വാങ്ങിയതാണ്. ഹെലോ കിറ്റിയും ബാർബി പെൻസിലും ഞാൻ ഒരേ സമയം എടുത്തതാണ്. ബാർബി കുഴപ്പമില്ല, ഹെലോ കിറ്റിൻ്റെ അത്രയില്ല. ബാർബി അത്ര ഒരു ഇത് വരുന്നില്ല. പക്ഷേ നമ്മുടെ ബാക്കി പെൻസിലൊക്കെ അടിപൊളിയാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് മോനെയൊന്നും ഇതുവരെയായിട്ട് പൊട്ടിയിട്ട് പോലുമില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ സ്റ്റേഷനറി ഓയിലിന് ഒരു പ്രാവശ്യം ഷാർപ്പ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ടും നമ്മൾ റീയൂസ് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ കുറേ ഉള്ളത്. ഇത് റീയൂസ് ചെയ്ത സ്കെയിൽസാണ്, റൂളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നട്രാജിൻ്റെ 2 നട്രാജിൻ്റെ സ്കെയില്, പിന്നെ ഒരു ഡോംസിൻ്റെ, ഒരു ക്യാംലിൻ്റെ. അപ്പോൾ 4 ചെറിയ സ്കെയിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒന്ന് പുതിയ സ്കെയിലിൻ്റെ, അത് അപ്സരേൻ്റെ ആണ് കേട്ടോ. ഞാൻ അധികം യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ്, സ്കെയിലിൻ്റെ ബ്രാൻഡാണ് അപ്സര. ഞാനിപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഒരു ബിഗ് സ്കെയിലുണ്ട് കേട്ടോ, വലിയ സ്കെയിലുണ്ട്. അത് എന്തോ പ്രൊഡക്റ്റാണ് കേട്ടോ, എന്തോ പേരാണ്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ 2 വലിയ സ്കെയിലുണ്ട്. പിന്നെ നമുക്കത് ഇതെന്താ പേര് എനിക്ക് ഓർമ്മയില്ല. നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റിയ സ്കെയിലാണ്. പിന്നെ ഇത് നമ്മൾ ഫെവിഗമ്മാണ് കേട്ടോ. നോർമലി എല്ലായിടത്തും ഉള്ള പോലെ ഫെവിഗമ്മാണ്. നമുക്കൊരു ഫെവി കിക്ക് വാങ്ങണം. അത് ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മൾ ഓയിൽ പേസ്റ്റൽസ്. എൻ്റെ അടുത്ത് 2 ഓയിൽ പേസ്റ്റൽസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് വന്നിട്ട്
ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കളറൊക്കെ അടിച്ചതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഷേപ്പ് എന്താ പറയുക, എന്തോ പറയുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഇത് വന്നിട്ട് 12 ഓയിൽ പേസ്റ്റൽസ് ആണ്. അത് സർക്കുലർ ഷേപ്പിലാണ്. ഇപ്പോൾ സർക്കുലർ ഷേപ്പൊക്കെ പോയി, ഇപ്പം എന്തൊക്കെയോ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 12 കളേഴ്സാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഞാൻ ഒരുപാട് അതിൻ്റെ കവറൊക്കെ പൊളിച്ചിട്ടുണ്ട്, കാരണം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാത്ത കുറച്ച് കളേഴ്സ് ഉണ്ട്. അതായത് വൈറ്റൊക്കെ ഇച്ചിരി യൂസ് ചെയ്തുള്ളൂ. പിന്നെയുള്ളത് ഈ ഒരു ഓയിൽ പേസ്റ്റ് ആണ്, ഡോംസിൻ്റെ ആണ് കേട്ടോ. ഇതാ അതിൻ്റെ അകത്ത് കിട്ടിയ ടൂളാണ് കേട്ടോ. ഇത് സ്ക്രാപ്പിംഗ് ടൂളാണ്. ഇതിൻ്റെ അകത്തും 12 ഷെയ്ഡാണ് വരുന്നത്. ആ സ്ക്രാപ്പിംഗ് ടൂള് ഞാൻ നേരത്തെ കാണിച്ചത് സ്ക്രാപ്പിംഗ് ടൂളാണ്. ഓയിൽ പേസ്റ്റസ് 12 ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അവിടെ കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത് പുത്തൻ പോലെ നിൽക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതായിട്ട് എടുത്തില്ല. എന്തിനാണ് വൃത്തികേടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുക്കാത്തത്. കാരണം നേരത്തെ എടുത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മൾ സാധാരണ 16 വാക്സ് ക്രയോൺസ് ആണ്, റിച്ച് കളേഴ്സാണ്. ഇതും ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഇതിൽ ഉറുമ്പ് വന്നിട്ട് ഞാൻ മുകളിൽ കഴുകി വെച്ചായിരുന്നു. മൊത്തം അലിഞ്ഞു പോയി, ബിക്കോസ് നല്ല വെയിലായുണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം പൊട്ടിപ്പോയിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഇത് കളർ പെൻസിൽസ് ആണ് കേട്ടോ. ക്യാമലിൻ്റെ 10 ഷെയ്ഡിൽ നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു LKG LP സ്റ്റുഡൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കളറാണ് കേട്ടോ. കളർ പെൻസിലാണ്. നല്ലോണം ഡ്രോയിങ് ചെയ്യുന്നതാക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റിയ, കളറടിക്കാൻ പറ്റിയ ഷെയ്ഡ്സാണ്. 10 ഷെയ്ഡുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ പെൻസിൽസാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാനിത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എന്തിനെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ച് അവിടെ വെച്ചതാണ്. അപ്പോൾ ഈ യെല്ലോ ഒക്കെ കാണുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. റെഡൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് എത്ര 10 ഷെയ്ഡാണ് കേട്ടോ ഈ കളർ പെൻസിൽ വന്നിട്ട്. ഇത് കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഡ്രോയിങ്ങും, അത്യാവശ്യം ഡ്രോയിങ്ങും LP കുട്ടികൾക്കും പിന്നെ LKG UKG കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് ഇത് ഫാബ്രിക് കളറാണ്, ടെമ്പറ കളർ ഇതിൻ്റെ അത് 2 ന്യൂ ഷെയ്ഡ്സ് വരുന്നുണ്ട്, സിൽവറും ഗോൾഡും. ഇത് ഞാൻ കോഴിക്കോട് മുട്ടായി തെരുവെന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ കോഴിക്കോട് ഒരു ദിവസം മുട്ടായി തെരുവെന്ന് വാങ്ങിയതാണ്. 18 ഷെയ്ഡ്സ് ഉള്ളതാണ് കേട്ടോ. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, ഫുൾ അലങ്കോലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇതുപോലെ ചെറിയ ഡപ്പയിലാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് വാട്ടർ കളർ പറയുമ്പം ഇതിൽ എത്ര ഷെയ്ഡ്സ് ഉണ്ടെന്ന് ഓർമ്മയില്ല, 36 ഷെയ്ഡ്സുള്ള വാട്ടർ കളറാണ് കേട്ടോ ഇത്. ഞാനിത് നമ്മുടെ ഡോംസിൻ്റെ പ്രൊഡക്റ്റാണ്. ഡോംസിൻ്റെ കിറ്റെന്ന് കിട്ടിയതാണ് കേട്ടോ. 36 ഷെയ്ഡുള്ള വാട്ടർ കളറാണ് കേട്ടോ. ഇതിൻ്റെ പരം നമുക്ക് ഇത് ബ്രഷൊക്കെ വരുന്നുണ്ട്. ബ്രഷൊക്കെ എവിടെയാണോ ഉള്ളതെന്ന് ഓർമ്മയില്ല. അപ്പോൾ വാട്ടർ കളേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് കളേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത്, പക്ഷെ തീരാത്തൊരു കളറാണ് കേട്ടോ. ഇതേപോലെ തന്നെ നിൽക്കുന്നത്. ഞാൻ ഒരുപാട് യൂസ് ചെയ്ത്, പിന്നെ ഓവറായിട്ട് യൂസ് ചെയ്ത കളേഴ്സ് മാത്രമേ ഇച്ചിരി അങ്ങ് തീർന്നിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്തതാണ്, എന്നാലും തീർന്നിട്ടില്ല. ഇതേപോലെ അടക്കാനും കഴിയും. അടുത്തതായിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സാണ്. ആ ഗ്ലിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, ഞാൻ പുറത്ത് കാണിക്കുന്നില്ല. ഇത് ഒരു കവറിൽ ഞാൻ കെട്ടി വെച്ചിട്ടാണുള്ളത്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെയാണ്. പിന്നെ ഇതെൻ്റെ ബോക്സ് കളക്ഷനാണ് കേട്ടോ. ബോക്സ് കളക്ഷൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഇനിയും എൻ്റെ അടുത്ത് ഒരുപാട് ബോക്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു ദിവസം ബോക്സ് കളക്ഷൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ, നമ്മൾ ഈ കുട്ടി ചാനലൊന്ന് വളർത്തി വരണ്ടേ. ഞാൻ ഇങ്ങനെ വെക്കേഷന് ബോറടിച്ചിരിക്കുമ്പോൾ വിചാരിച്ചാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം. നമുക്ക് മാക്സിമം 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ ഞാനൊരു ഗിവ് അവേ നടത്തുന്നതായിരിക്കും. എന്തായാലും ഏതെങ്കിലും മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അറ്റ് ലാസ്റ്റ് ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റേഷനറി കളക്ഷൻസ്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് സ്റ്റേഷനറി, ഒരു കുട്ടികൾക്ക് വെക്കാൻ പറ്റിയ സ്റ്റേഷനറീസ് എൻ്റെ കയ്യിലുണ്ട്. ഇതെന്നെ 2-3 പ്രൊഡക്ട്സൊക്കെ റിയൂസ് ചെയ്തതാണ്. പിന്നെ കുറേയൊക്കെ പുതിയതുമാണ്. റിയൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. വെറുതെ എന്തിനാണ് നമ്മളതൊക്കെ എടുത്ത് കളയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള പെന്നും പെൻസിലും പെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലവ് യു ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.